നമസ്കാരം. ശ്രീ ജയപ്രകാശ്, അങ്ങയുടെ വേദനയിൽ നമ്മളും പങ്കുചേരുന്നു. എനിക്കറിയാം അങ്ങയെപ്പോലെ ഒരാൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ എന്താണെന്ന്. കാര്യം ഞാനും ഒരു പിതാവാണ്. കൺമുന്നിൽ ഓടിച്ചാടി നടന്ന കുട്ടി ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം നമുക്ക് മനസ്സിലാകുന്നു. ഇനി അങ്ങയുടെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കണം? കാര്യം ഈ നരാധമന്മാർക്ക് പരമാവധി ശിക്ഷ കിട്ടണം നിയമം അനുശാസിക്കുന്ന ശ്രീ ജയപ്രകാശ്, അങ്ങ് എന്താണ് ഇനി ഈ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്നലെ 18 പേരെ കിട്ടി, എല്ലാവരെയും കിട്ടി എന്ന് പറയുന്നു. ഓക്കെ, അവര് ചെയ്യട്ടെ, ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പം നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അവര് നല്ല ട്രാക്കിൽ കൂടെ പോകുമ്പോൾ അവസാനം എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പൊ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ തെറ്റ് പറയില്ല, അവർ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും അന്വേഷിക്കുന്നത്. ഇതുവരെയ്ക്കും എനിക്കറിയില്ല അവർ ഏതൊക്കെ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. ഗ്രൂപ്പുകളാണ് ഉണ്ടെന്ന് പറയുന്നു. നല്ല ചിലപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ നല്ല ചേർക്കുമെന്ന് പറയുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ അർഹമായ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള ചേർക്കുമെന്ന് പറയുന്നു. അത് ചേർക്കട്ടെ. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ അവസാനം നല്ല ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം നമുക്കെല്ലാവർക്കും അറിയാം അവസാനം ചെന്ന് എത്തുന്നത്. ചെയ്ത പാർട്ടിക്കാരാണ്, ഇപ്പൊ ഉള്ള പാർട്ടിക്കാരാണ്, അവർ തന്നെ ആൾക്കാരാണ്. അവർക്ക് അവരെ ജോലി ചെയ്തേ പറ്റുള്ളൂ, അവർ സംരക്ഷിച്ചേ പറ്റുള്ളൂ. സംരക്ഷിക്കേണ്ട ഏറ്റവും മാർഗം എന്താണ്? അവർക്കൊന്ന് അട്ടിമറിക്കണം, ഇല്ലെങ്കിൽ അവരെ ഉദ്യോഗസ്ഥനങ്ങ് മാറ്റണം. ഏറ്റവും അവസാനം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഉദ്യോഗസ്ഥരംഗം മാറ്റും. അതുകൊണ്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ശരി, ഇതുപോലെ എനിക്ക് 2-3 കാര്യമുണ്ട്. ഇതുപോലെ ഭാവിയിൽ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഇതുപോലെ ഭാവിയിൽ ഇങ്ങനെ ഒരു കാര്യം കേൾക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിത് കുറെ നാൾ കഴിഞ്ഞാൽ എനിക്കിതങ്ങ് മറക്കണം. ഈ സംഭവം അങ്ങ് മറക്കണം. എനിക്ക് അവന്റെ ബാക്കി ഒരു നല്ല കുട്ടിക്കാലം മാത്രം എനിക്ക് പിന്നെ ഓർമ്മിച്ചാൽ മതി. അവന്റെ ഈ കോളേജ് ജീവിതം പോലും എനിക്ക് ഇനി ഓർമ്മിക്കണ്ട. അങ്ങനെ ഓർമ്മിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സംഭവം കേൾക്കാനും പാടില്ല. ഭാവിയിൽ വേറൊരു അച്ഛനമ്മയ്ക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഭാവിയിൽ എനിക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ വെച്ച് ഇതൊരു കാരണമാവട്ടെ, ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. ഈ ക്രൂരമായിട്ടുള്ള റാഗിംഗ് കൊല ഇവിടെ വെച്ച് അങ്ങ് നിർത്തണം. അതുകൊണ്ട് ഏതറ്റം വരെയും ഞാൻ ഫൈറ്റിന് പോകും. ഇത് പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ നോക്കുകയാണെങ്കിലോ അങ്ങനെ എനിക്ക് ചെറിയ സംശയം എന്നെ തോന്നുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യില്ല, വേറെ അന്വേഷണത്തിലോട്ട് അങ്ങ് പോകും. അന്വേഷണത്തിന് ഞാൻ ആവശ്യപ്പെടും. ഞാൻ പോവേണ്ട ഏതറ്റം വരെയും ഞാൻ പോകും. എനിക്കറിയാം MG പ്രതീക്ഷ അങ്ങേ അന്ന് വന്ന് കാണുമ്പോൾ, ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വന്ന് കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു മർദ്ദനത്തിൻ്റെ ഭീകരതയിലേക്കാണ് ഈ വാർത്ത പോകുന്നതെന്ന് ഒരിക്കലും പ്രതീക്ഷന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം സങ്കടകരമായൊരു സാഹചര്യമാണ്. എപ്പോഴെങ്കിലും സിദ്ധാർത്ഥൻ ഈ വെറ്ററിനറി കോളേജിൽ ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങളും റാഗിങ്ങുകളും ഉണ്ട് എന്ന് അങ്ങയോട് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു റാഗിംഗ് ഉണ്ട്, ഒരു ഭീകരമായ റാഗിംഗ് ഉണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഇയറിൽ പറയും അച്ഛാ, സെക്കൻഡ് ഇയറിൽ പോകുമ്പോഴാണ് അവിടെ ചേട്ടന്മാരെ കയ്യിൽ നമ്മളെ കിട്ടുന്നത്. അവര് അതിനകത്ത് ഹോസ്റ്റലിലൊക്കെ ചെറിയ റാഗിംഗ് ഉണ്ട്. പക്ഷെ അതൊരു തമാശയായിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് വലിയ സീരിയസ് ആയിട്ടും പറഞ്ഞില്ല. അത് അപ്പൊ റാഗിംഗ് ഉണ്ട്, അവൻ ആ ചേട്ടന്മാരകത്ത് റാഗിംഗ് ഉണ്ട്. പക്ഷെ അവൻ എല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അവരാരെയും സംശയിച്ചില്ല. അങ്ങനത്തെ ഉള്ള ഒരാളാ. ഫസ്റ്റ് ഇയറിൽ അവിടെ റാഗിംഗ് ചെയ്യാൻ പറ്റില്ല, അവന് ഹോസ്റ്റലിൽ 20 കിലോമീറ്റർ പുറത്താ. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ ആർക്കും സീനിയേഴ്സിനൊന്നും തൊടാൻ പറ്റില്ല. സെക്കൻഡ് ഇയർ മുതലാണ് തുടങ്ങുന്നത്. ആ സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സെക്കൻഡ് ഇയർ പോകുമ്പോഴേ കുറച്ച് പ്രശ്നം ഉണ്ടാവും, അവരങ്ങനെ ചെയ്യും. അവൻ തമാശയായിട്ട് പറയുമ്പോൾ ഞാനും തമാശയായിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല. അതിന്റെ ചേട്ടന്മാർക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ചേട്ടന്മാരെല്ലാം കൂടെ കാട്ടിലോട്ട് പോകും. ഇതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനാ പോകുന്നത്? അത് അവർക്ക് അതിനകത്ത് വെച്ചിട്ട് അവർക്ക് മദ്യപാനമുണ്ട്, ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അതും പറയും, ഉള്ള കാര്യമാണ്. ഞാൻ കേട്ട കാര്യമൊന്നുമില്ല, വെളിയിൽ നിന്ന് കേട്ടല്ല, എന്റെ മകൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ അതിനെ തമാശയായിട്ട് എടുക്കും. ഞാൻ പറഞ്ഞു അവരവരുടെ കാര്യം നോക്കും, നീ നിന്റെ കാര്യം നോക്കിപ്പോ, അതൊന്നും പ്രശ്നമില്ല. ചേട്ടന്മാരുടെ കാര്യം നോക്കിപ്പോട്ടെ. ഇത് എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ഭീകരമായിട്ടുള്ള ഈ റാഗിങ്ങും, വെറും റാഗിങ് ആണെങ്കിൽ കുഴപ്പമില്ല, ഭീകരമായിട്ടുള്ള റാഗിങ്, അവിടെ ഡ്രഗ്സും മദ്യപാനവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെറും ആരോപണമല്ല. ഞാൻ വെറും ആരോപണം ഒരിക്കലും പറയില്ല, അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഇനി അവിടെ ഉണ്ടാവില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന കുട്ടികൾ വരെ കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഞങ്ങളെയും കൂടെ രക്ഷിക്കുമെന്ന്. പക്ഷെ അവർക്ക് അത് പറ്റുന്നില്ല, അത് അവിടെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. പ്രതികരിച്ചാൽ അവരെ കൊല്ലും. വെറും മടിയും ഇടിയും കാര്യമൊന്നുമില്ല, പ്രതികരിച്ചാൽ അവരെ കൊല്ലും, അവർക്കറിയാം. അതുകൊണ്ട് അവരെയും കൂടെ രക്ഷിക്കുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ അവിടുത്തെ രക്ഷകർത്താക്കളോട് പറയുകയാണ്, അവരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. പേടിച്ചു കഴിഞ്ഞാൽ അവരുടെ യൂണിയൻകാർ അവർ കുട്ടികളെ ഉപദ്രവിക്കും. ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ട് 130-150 കുട്ടികളെ മധ്യത്തിൽ വെച്ച് ഇതൊക്കെ ചെയ്തിട്ട് അതിൽ ഒരു രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇതിനു വേണ്ടി പ്രതികരിച്ചില്ല, ഒരു
ഒരു മെസ്സേജ് പോലും ഇട്ട് തന്നില്ല ഇതെങ്ങനെയാണ് കാര്യമെന്ന്. പക്ഷെ നമുക്കല്ലാതെ അവന്റെ വേറെ കൂട്ടുകാർ, നല്ലവരായ കൂട്ടുകാരിൽ നിന്നാണ് നമ്മൾ എല്ലാ വിവരവും കിട്ടിയത്. ആ കിട്ടിയ വിവരം വളരെ കറക്റ്റ് ആയിരുന്നു. പോലീസിന്റെ റിപ്പോർട്ട് വന്നപ്പോഴും വളരെ കറക്റ്റ് ആയിരുന്നു. അല്ല, നമുക്ക് ഒരു തെളിവും ഇല്ലാതെയാണ് നമ്മൾ ഈ കാര്യം ആദ്യം പറഞ്ഞത്. ഒരു തെളിവും നമുക്ക് കിട്ടാതെ നമുക്ക് കിട്ടിയ വിവരങ്ങളും അത് വിശ്വസ്തമായ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയ തെളിവുകളും അത് വളരെ കറക്റ്റ് ആയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴും കറക്റ്റ് ആയിരുന്നു. വേറെ ആരോപണമല്ല നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഇത്രയും നടന്നിട്ട് ഒരൊറ്റ രക്ഷാകർത്താക്കൾ പോലും ഇതിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശപിക്കുന്നതല്ല, ഞാൻ പറയുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഒരിക്കലും പറയില്ല സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് പുറത്തിറങ്ങും. നിങ്ങളും കൂടെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങും. അത് അവിടെ മതിയാക്കിക്കോളും. എല്ലാ രക്ഷാകർത്താക്കളും ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ മതിയാക്കിക്കോളും. അവിടെ ഈ പരിപാടി എല്ലാവരും അങ്ങയോട് ചോദിക്കുന്ന ഒരു ഔചിത്യക്കേടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. പല പ്രേക്ഷകരും, പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികരും ഒക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പറയുന്നത് ഒരു ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ഇത്ര കൂടുതൽ കുട്ടികൾ ഒന്നിച്ച് 18ഓളം കുട്ടികൾ, 100 കുട്ടികൾ നോക്കി നിൽക്കെ ഒരാളിനെ ഭീകരമായിട്ട് മർദ്ദിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങേപോലെ സർവ്വം നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ദുഃഖിതനായ, ഇനി കണ്ണീര് തോരാൻ ഒരുപാട് കാലമെടുക്കാൻ പോകുന്ന ഒരു പിതാവിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് ചോദിക്കുക, മറ്റെന്തെങ്കിലും ഒരു കാരണം ഈ അക്രമം നടത്തിയ കുട്ടികളെ പ്രകോപിപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാല് അത് അവർ പറഞ്ഞത് നല്ല കറക്റ്റായ കാര്യമാണ്. ഇത്രയും ഉള്ള സീനിയേഴ്സിനെ, അവന്റെ ക്ലാസ്മേറ്റ്സിനെ എല്ലാം പ്രകോപിപ്പിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഇയർ മുതലുണ്ട് അവിടെ. കാരണം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇയർ മുതൽ എന്റെ മകൻ അവിടെ ഭയങ്കര ആക്റ്റീവാണ്. കയറി 1 മാസമായപ്പോൾ തന്നെ അവൻ ക്ലാസ് റഫായി. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ട് തന്നെ അവിടുത്തെ ആ കോളേജ് സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളും കണ്ടക്ട് ചെയ്യണം എന്റെ ചുമതല അവനായി. സീനിയേഴ്സിന്റെ ലെവലിൽ വരാം. അവന് എവിടെയും കയറിപ്പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി. സീനിയേഴ്സിന്റെ റൂമിലാണെങ്കിലോ എവിടെയാണെങ്കിലും. അവൻ പറയുന്ന ചില സമയത്ത് അവൻ ഹോസ്റ്റലിന്റെ റൂമിൽ വരെ പോയിട്ടുണ്ട്. അവന്റെ നല്ലവരായ സീനിയേഴ്സ് സുഹൃത്തുക്കളാണ്, അവരുടെ പോയിട്ടുണ്ട്. പിന്നെ അവന് 3-4 മാസം കഴിഞ്ഞപ്പോൾ അവൻ ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ളതുകൊണ്ട് അവരെ യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫറാക്കി. അതെല്ലാം ഫസ്റ്റ് ഇയറില്ല. ആലോചിച്ച് നോക്കണം, അതെല്ലാം ഫസ്റ്റ് ഇയറില്ല. സീനിയേഴ്സും ആയിട്ടില്ല. സീനിയേഴ്സിനും ആയിട്ട് പോലും കിട്ടാത്തൊരു ഭാഗ്യം അവന് കിട്ടിയിരിക്കുന്നത്. അത് പറയുമ്പോൾ എന്നെ വിളിക്കുമ്പോഴാ പറയും, അച്ഛാ എല്ലാവർക്കും കുറച്ച് അസൂയുണ്ട് എന്റെ അടുത്ത്. അതും പറയുന്ന തമാശയല്ല. ക്ലാസ്മേറ്റ്സിനും ഉണ്ട്, റൂംമേറ്റ്സിനും ഉണ്ട്, സീനിയേഴ്സ് ചേട്ടന്മാർക്കുണ്ട്. സീനിയേഴ്സ് എന്ന് അവൻ പറയില്ല, സീനിയേഴ്സ് ചേട്ടന്മാരെന്നേ പറയുള്ളൂ. അവൻ സെക്കൻഡ് ഇയേഴ്സിനെ അവൻ അങ്ങനെ പറയുള്ളൂ. സീനിയേഴ്സ് ചേട്ടന്മാരല്ല ചേച്ചിമാര്. സീനിയേഴ്സ് ചേട്ടന്മാർക്കും അവന് ഭയങ്കര അസൂയാണ്. അവൻ ചോദിച്ചിട്ടുണ്ട്, നിനക്കിതെല്ലാം കിട്ടുന്നു, നിനക്കെല്ലാം ഭയങ്കരമായിട്ട് കിട്ടുന്നു, എവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അവൻ മണ്ണുത്തിയിൽ ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് മണ്ണുത്തിയിൽ അവന് ഫോട്ടോ കവർ ചെയ്യാൻ അവനെ വിട്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ അവൻ അവിടെ റൂം കൊടുക്കും, അവൻ എല്ലാ സൗകര്യങ്ങളും അവന്റെ ചേട്ടന്മാർ കൊടുക്കുമല്ലോ കോളേജിൽ. അതുകൊണ്ട് ഈ നല്ല അസൂയ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും അവർ പറഞ്ഞ 100% ശരി. അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. ഈ അസൂയ അതൊരു ഈഗോ ഒരു ജലസിയായ അങ്ങനെ വളർന്നു വന്നു. പക്ഷെ ഇവൻ മാത്രം അത് അറിഞ്ഞില്ല. ഇവൻ അറിയുന്നത് ഈ അവസാനമാണ് ചെയ്തത്. ഇവനും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ സംഭവം കഴിഞ്ഞിട്ട് അറിഞ്ഞത്. അവിടെ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഇവന്റെ മേളിൽ അവന്റെ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങിയായിരുന്നു. അവർ പറഞ്ഞത് ഈ 130ഓളം പിള്ളേർ പറഞ്ഞത് കറക്റ്റാണ്. അവിടെ നല്ല പ്രകോപിപ്പിക്കേണ്ട ഒരു കാരണം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ്. എന്തായാലും അങ്ങയുടെ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും അങ്ങയുടെ ഈ പോരാട്ടത്തിൽ 24 അങ്ങയ്ക്കൊപ്പം ഉണ്ടാകും. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അങ്ങയ്ക്ക് വളരെ നന്ദി. അങ്ങയുടെ ഈ ദുഃഖത്തിൻ്റെ ആഴം എന്ന് തീരുമെന്ന് നമുക്കൊന്നും ഒരു പിടിയുമില്ല. അങ്ങ് എന്തായാലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടേ മതിയാവും. അങ്ങയ്ക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് സംസാരിക്കുകയായിരുന്നു നമ്മളോട്. നമുക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പഴയ മനുഷ്യനാണ്, പ്രൊഫസർ ഈശ്വര വാര്യരെ. കാലിക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അതിഭീകരമായ പീഡനത്തിന് വിധേയമായി പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാജൻ എന്ന വിദ്യാർത്ഥി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്ന ഒരു പിതാവ്, ഒരു ദുഃഖാർത്ഥനായ ആ പിതാവിൻ്റെ ഓട്ടമില്ലേ, ആ മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ജയപ്രകാശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.